മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ കഴിഞ്ഞ 3 കൊല്ലമായി നടന്നുകൊണ്ടിരുന്ന ഒരു ഹരിത വിപ്ലവം ഇന്നലെ അവസാനിച്ചു. ഹരിത വിപ്ലവം എന്ന വാക്ക് സത്യത്തിൽ മുസ്ലിം ലീഗുമായി ഒരു തരത്തിലും ബന്ധപ്പെട്ടതല്ല. ഹരിതം എന്ന വാക്ക് പോലും മുസ്ലിം ലീഗുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടത് എന്നതൊക്കെ ചരിത്രത്തിലെ ഒരു ഗവേഷണ വിഷയമാണ്. പാകിസ്ഥാൻ്റെ പിറവിക്ക് മുമ്പ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന പഴയ രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തറവാട്ടു പാർട്ടി എന്ന് വിളിക്കാവുന്ന ആൾ ഇന്ത്യ മുസ്ലിം ലീഗിന് പച്ചക്കൊടിയായിരുന്നു എന്നത് ശരിയാണ്. എവിടെ വെച്ചോ ചരിത്രത്തിൽ ഈ പച്ച എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു സാംസ്കാരിക വർണ്ണമാണ് എന്നൊരു തോന്നൽ എവിടെയോ ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൽ അതിന് ആവശ്യത്തിന് തെളിവുകളുണ്ടോ എന്ന് സംശയമാണ്. എന്തായാലും അങ്ങനെ പച്ച നിറമുള്ള ഒരു കൊടി ഉണ്ടായിരുന്ന പാർട്ടിയുടെ പിന്മുറക്കാർ എന്ന നിലയിലായിരിക്കണം മുസ്ലിം ലീഗ് ഹരിതം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിൽക്കാലത്താണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പച്ചക്കൊടി ഉണ്ടായിരുന്ന ദേശീയ പാർട്ടി മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി ഇന്ത്യയിൽ ഇന്നിപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം കാര്യമായി ഏറ്റവും ചുരുങ്ങിയത് സ്വാതന്ത്ര്യം ലഭിച്ച് 10-75 കൊല്ലമായിട്ട് ഇന്ന് ഇന്ത്യയിലെ ഒരു ദേശീയ പതാകയായി ഇന്ത്യയാകെ ശ്രദ്ധിക്കപ്പെടുന്ന, ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയായി മുസ്ലിം ലീഗിൻ്റെ കൊടി മാറിയിട്ടില്ല. അതുകൊണ്ടാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ ഒരു കൊടി കണ്ടാൽ വടക്കേ ഇന്ത്യക്കാർ അത് പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത്. കാരണം മുസ്ലിം ലീഗിൻ്റെ കൊടി പച്ചക്കൊടിയാണ് എന്ന ബോധ്യമുള്ള ഇന്ത്യക്കാരുടെ എണ്ണം പോലും വളരെ കുറവാണ്. ഇനി ഇന്ത്യയിൽ പച്ചക്കൊടി ഉയർത്തി കാണിച്ചിരുന്നത് ജനതാദളാണ്. ഇന്ത്യ ഭരിച്ചൊരു പാർട്ടി. VP സിംഗ് ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയിലാകെ പച്ചക്കൊടിക്ക് ഒരു നിലവാരം ഉണ്ടായിരുന്നു. കാരണം അത് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കൊടിയാണ് എന്ന അർത്ഥത്തിലാണ്. മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി സത്യത്തിൽ ഹരിത രാഷ്ട്രീയവുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും പുതിയ കാലത്ത് ഹരിത രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു സാംസ്കാരിക നിറം എന്ന നിലയിലോ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ഒരു പിന്നോക്ക രാഷ്ട്രീയത്തിൻ്റെ, ഇപ്പോൾ ജനതാദളിൻ്റെ കാലത്ത് VP സിംഗിൻ്റെ കാലത്ത് അങ്ങനെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. മാത്രമല്ല ഹരിതം എന്ന വാക്ക് പിൽക്കാലത്ത് പ്രകൃതിയുമായും പച്ചപ്പുമായിട്ടും കൃഷിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ VP സിംഗിൻ്റെ ജനതാദളിന് പോലും അങ്ങനെ ഒരു കർഷക തൊഴിലാളിയുടെ പിന്നോക്ക വിഭാഗക്കാരുടെ ഒക്കെ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു എന്ന് പറയാമായിരുന്നു. മണ്ഡൽ കമ്മീഷൻ പൊളിറ്റിക്സ്, മന്ദിർ വിരുദ്ധ രാഷ്ട്രീയം ഒക്കെ ഉയർത്തിപ്പിടിച്ചൊരു കാലം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന് അതിനകത്തൊന്നും വലിയ റോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും മുസ്ലിം ലീഗ് ഹരിതം എന്ന് പ്രയോഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹരിത രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? പരിസ്ഥിതിയുടെ രാഷ്ട്രീയത്തിനാണ് ഗ്രീൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ പരിസ്ഥിതി സംരക്ഷണം, ഈ ഭൂമിയിലെ പച്ചപ്പിൻ്റെ രക്ഷ അല്ലെങ്കിൽ ഭൂമിയുടെ സംരക്ഷണം ഒന്നും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് ഇന്നോളം വന്നിട്ടില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന ഹരിത രാഷ്ട്രീയം പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതുമല്ല. അതുകൊണ്ട് ലോകത്തിലെ ഗ്രീൻ പൊളിറ്റിക്സുമായിട്ടോ ഇന്ത്യയിലെ ഗ്രീൻ പൊളിറ്റിക്സുമായിട്ടോ ഒന്നും ബന്ധമുള്ള ഒരു ഗ്രീൻ അല്ല മുസ്ലിം ലീഗിൻ്റെ ഗ്രീൻ എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ എന്താണ് മുസ്ലിം ലീഗിനകത്തെ ഈ ഹരിത വിപ്ലവം? 3 കൊല്ലമായി മുസ്ലിം ലീഗിനകത്തുണ്ടായ ഒരു കോലാഹലം. ഇടയ്ക്ക് എവിടെയോ വെച്ച് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി വിഭാഗമാണ് MSF, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഞങ്ങളൊക്കെ പണ്ട് പ്രവർത്തിച്ചിരുന്ന സംഘടനയാണ്. ആ സംഘടനയ്ക്ക് വനിതാ വിങ്ങുകൾ എന്നൊരു സംഘടനയ്ക്ക് പ്രത്യേകിച്ച് വനിതാ വിങ് എന്ന് പറയുന്നൊന്ന് വേണ്ടി വരുന്നത് തന്നെ മുസ്ലിം ലീഗിൻ്റെ പരിമിതിയാണ്. മുസ്ലിം ലീഗിന് വനിതാ വിങ് വേറെ, വനിതാ ലീഗ് വേറെ ഒക്കെ ഉണ്ടാക്കി വരുന്നത് തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു സംഘടനാ രീതിയായിരിക്കാം. MSFനകത്ത് ഇപ്പോൾ SFIക്കകത്തും KSUവിനകത്തും ഒക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ വിദ്യാർത്ഥിനികളുണ്ടല്ലോ. അവരെ KSU സംസ്ഥാന കമ്മിറ്റി അംഗം, SFI സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് പറയുക എന്നല്ലാതെ ഈ വനിതാ വിഭാഗത്തിന് വേറിട്ടിരിക്കാൻ വേറെ കമ്മിറ്റി വേണം എന്നൊരവസ്ഥ വരികയാണ്. അപ്പോൾ അതിനുവേണ്ടി അവരുണ്ടാക്കിയൊരു വിങ്ങിൻ്റെ പേരാണ് ഹരിത എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ വിദ്യാർത്ഥി സംഘടനയായ MSFനകത്തെ വനിതകളുടെ അഥവാ വിദ്യാർത്ഥിനികളുടെ ഒരു വേദിയാണ്, അവരുടേത് മാത്രമായൊരു വേദിയാണ് ഹരിത എന്ന പേര് രൂപീകരിക്കപ്പെട്ടത്. അത് രൂപീകരിക്കപ്പെട്ടു എന്നത് മുസ്ലിം ലീഗിന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. വല്ലപ്പോഴുമൊക്കെ ചന്ദ്രികയിൽ വരുന്ന വാർത്തയിൽ നമ്മളും വായിക്കുമായിരുന്നു, അവിടെ കൂടി ഇവിടെ കൂടി ഹരിത എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ക്യാമ്പസുകളിൽ എന്തെങ്കിലും ചില്ലറ പരിപാടികൾ നടത്തിയതൊക്കെ. അതും മലപ്പുറം ജില്ലയിലേക്ക് ഒരു പ്രതിഭാസമായിട്ട് അവഗണിക്കപ്പെട്ട സാധനമാണ്. പക്ഷേ ഹരിത ചിത്രത്തിൽ വരുന്നത് 2011 ഡിസംബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. 2021, 3 കൊല്ലം മുമ്പ്. എന്താ സംഭവം? ഹരിതയുടെ നേതാക്കന്മാരായ വനിതകളെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളെ MSFൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് ലൈംഗികമായ
പ്രയോഗത്തോടെ അപമാനിച്ചു. അത് വലിയ തോതിൽ അപമാനകരമായി, അത് സ്ത്രീ വിരുദ്ധമായി. അങ്ങനെ എം.എസ്.എഫിൻ്റെ പുരുഷനായ സംസ്ഥാന പ്രസിഡന്റ് വനിതകളായ എം.എസ്.എഫുകാരെ, അവരുടെ വേദിയാണ് ഹരിതയുടെ നേതാക്കളെ അപമാനിച്ചു എന്ന് പരാതിപ്പെട്ടുകൊണ്ട് അവർ പാർട്ടിക്ക് പരാതി കൊടുത്തു. അത് എം.എസ്.എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആഫീസ് കോഴിക്കോട്ട് പരേതനായ എം.എസ്.എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന അഡ്വക്കേറ്റ് പി അബീബ് റഹ്മാൻ്റെ പേരിലുള്ള ഓഫീസിലായിരുന്നു ആ യോഗം നടന്നത്. ആ യോഗത്തിൽ എം.എസ്.എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നവാസ് എന്നു പേരുള്ള സംസ്ഥാന പ്രസിഡന്റ് പരസ്യമായി തൻ്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളെ അപമാനിച്ചു എന്നായിരുന്നു കേസ്. മുസ്ലിം ലീഗിനാണല്ലോ പരാതി കൊടുക്കേണ്ടത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കൊടുത്തു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കാണ് പരാതി കൊടുക്കുന്നതെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള ആളുകളായിരിക്കും. നമുക്കറിയാം. എന്തായാലും പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ ഒരു തീരുമാനവും ഉണ്ടായില്ല. ഈ എം.എസ്.എഫ് പ്രസിഡന്റ് ചെയ്തത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാൻ തയ്യാറായില്ല. അതങ്ങനെ അയലുമ്മലിട്ടതുപോലെ എന്നൊരു പ്രയോഗമുണ്ട് മലബാറിൽ. അയലുമ്മലിട്ടു എന്ന് പറഞ്ഞാൽ അനിശ്ചിതമായിട്ട് ഒരിക്കൽ പോലും ഉപയോഗിക്കാതെ തീരുമാനമെടുക്കാതെ അയലിൻ്റെ പുറത്ത് അങ്ങനെ കിടന്നു. ഒടുവിൽ സഹി കെട്ടപ്പോൾ ഈ കുട്ടികൾ അറ്റ കൈ പ്രയോഗിച്ചു. ഈ അപമാനിക്കപ്പെട്ട കുട്ടികൾ, അവരുടെ കൂടെ നിന്ന ഹരിതയുടെ പ്രവർത്തകന്മാരും അവർ പോയി വനിതാ കമ്മീഷന് പരാതി കൊടുത്തു. വനിതാ കമ്മീഷൻ തീർച്ചയായിട്ടും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ വനിതാ കമ്മീഷൻ ലീഗിനെതിരായിട്ടും എം.എസ്.എഫിനെതിരായിട്ടും ഒക്കെ എന്തെങ്കിലും കിട്ടിയാൽ തീർച്ചയായിട്ടും വളരെ ജാഗ്രതയോടെ നടപടിയെടുക്കും. അവർ കേസെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. പോലീസ് കേസെടുത്തു. എം.എസ്.എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നവാസിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു എന്നാണ് ഒന്നാമത്തെ രംഗം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്നത് ഈ സംഭവത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും വിതർക്കങ്ങളുമാണ്. ഈ കുട്ടികൾ പരാതി കൊടുത്തത് പാർട്ടി വിരുദ്ധമായ പ്രവർത്തനമാണ്, സംഘടനാ വിരുദ്ധമായ പ്രവർത്തനമാണ്, സംഘടനയെ പൊതുജന മധ്യത്തിൽ അവഹേളിക്കുകയാണ് എന്നൊക്കെയുള്ള പരാതി ഉണ്ടായി. ഈ കുട്ടികൾ ന്യായമായും ചെയ്തത് ന്യായമാണ്, അത് ചെയ്യേണ്ടതാണ് എന്ന വാദമുണ്ടായി. എം.എസ്.എഫിനകത്ത് തന്നെ രണ്ട് പക്ഷമുണ്ടായി. അപ്പോൾ ഹരിതയെ പരസ്യമായി അനുകൂലിച്ച എം.എസ്.എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വേറൊരു സെക്രട്ടറിയും, ഒരു ലത്തീഫും മറ്റൊരാളും, അങ്ങനെ രണ്ടുപേരെ അവരെയും. അപ്പോൾ ചുരുക്കത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ പരാതിപ്പെട്ട ഹരിതക്കാരെ അപ്പോൾ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് പിന്നെ നടപടിയെടുക്കാതെ നിവൃത്തിയില്ല എന്നായി. അദ്ദേഹം നടപടിയെടുത്തത് ആദ്യം ഈ ഹരിതയുള്ളതുകൊണ്ടാണല്ലോ കുഴപ്പം. ആരാ പറഞ്ഞത്? ഹരിത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവും സംഘടന ഉണ്ടാക്കാൻ ആരാ പറഞ്ഞത്? അങ്ങനെ ആവശ്യമില്ല, ഹരിത തന്നെ പിരിച്ചുവിട്ടു. അതാണ് പാണക്കാട് തങ്ങൾ ചെയ്ത ആദ്യത്തെ നടപടി. ഈ കുട്ടികൾ പരാതിപ്പെട്ട കുട്ടികളുടെ പരാതിയിൽ ന്യായമുണ്ടോ? സ്വന്തം സംഘടനയിലെ പെൺകുട്ടികൾക്കെതിരായി ആ സംഘടനയിലെ ഈ ആൺ നേതാക്കന്മാർ കാണിച്ചത് ശരിയാണോ തെറ്റാണോ? അതിൽ സത്യമുണ്ടോ? അത് കള്ളപ്പരാതിയാണോ? ഒന്നും അന്വേഷിക്കാൻ പോയില്ല. ഹരിത തന്നെ വേണ്ടാന്ന് വെച്ചു, ഹരിതയെ പിരിച്ചുവിട്ടു. അതുകൊണ്ട് ഹരിതയും സംഘടനയും പാർട്ടിയും തമ്മിൽ പിന്നെ ബന്ധമില്ലാതായി. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമായി. എം.എസ്.എഫിൽ തന്നെ ഈ ഹരിത കുട്ടികളെ പിന്തുണച്ചതിൻ്റെ പേരിൽ രണ്ടുപേരെ അതിൻ്റെ പേരിലും പുറത്താക്കി. അങ്ങനെ അത് പിന്നീട് ആ ചർച്ച പുറത്തേക്ക് പോയി. അതിനെ തുടർന്ന് ഹരിതയുടെ പ്രതിനിധികൾ, അവർക്ക് അതുകൊണ്ടുണ്ടായൊരു നേട്ടം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ഹരിത എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട് എന്നും ലീഗിന് അങ്ങനെ ഒരു പോഷക വിഭാഗം ഉണ്ട് എന്നൊക്കെ നാലാൾ അറിഞ്ഞു. മാത്രമല്ല മീഡിയയിൽ മാധ്യമങ്ങളിലൊക്കെ കയറി ഇരുന്നിട്ട് നമ്മുടെ ഈ ഹരിതയുടെ കുട്ടികൾ, പാവം പിള്ളേർ കയറി ഇരുന്നിട്ട് അവർക്ക് തോന്നിയ മട്ടിലൊക്കെ അവർക്ക് തോന്നിയത് അവർക്ക് അറിയാവുന്നതൊക്കെ ആവുന്നത്ര ഉച്ചത്തിൽ പറഞ്ഞു നോക്കി. പക്ഷെ പറയേണ്ടത് മുസ്ലിം ലീഗിൻ്റെ സ്ത്രീവിരുദ്ധമായ നിലപാടാണ്. ചൂണ്ടേണ്ടത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന് നേരെയാണ്. അതൊന്നും ഉണ്ടായില്ല. കാടടച്ച അവിടെയും ഇവിടെയും തൊടാതെ കുറേ വെടിവെച്ച് കുറേ കാലം ബഹളം വെച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് എവിടെ വെച്ചാണ്? ഇപ്പോൾ 3 കൊല്ലം കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ട് ആദ്യത്തെ 6 മാസമൊക്കെ അതിൻ്റെ ബഹളം കേട്ടിരുന്നു 2021 പിന്നെ കേൾക്കാതായി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരിക്കുന്നു. എന്താണ്? മുസ്ലിം ലീഗ് ഈ നടപടികളൊക്കെ മരവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിരിച്ചുവിട്ട ഹരിതയെ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചു. പുറത്താക്കപ്പെട്ട ഹരിത നേതാക്കന്മാരെ മുഴുവൻ തിരിച്ചെടുത്തു. പിന്നെയോ എന്താ സംഭവിച്ചത്? എന്താ സംഭവമെന്നോ എന്താണ് കുറ്റമെന്നോ ആരാണ് വാദിയെന്നോ ആരാണ് പ്രതിയെന്നോ ഒന്നുമില്ല. വാദികളായി പരാതിപ്പെട്ടത് കുട്ടികളെയാണ് പുറത്താക്കിയത്. അല്ലാതെ കുറ്റവാളികൾ ആരാണെന്ന് അന്വേഷിച്ചു പോയിട്ടില്ല. എം.എസ്.എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. ആ പ്രസിഡന്റ് അന്നും ഇന്നും പ്രസിഡന്റായിട്ട് തുടരുകയാണ്. അത് അന്വേഷിക്കാനോ നടപടിയെടുക്കാനോ അതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാനോ ഒരാളും മുന്നോട്ട് വന്നിട്ടില്ല. പരാതിപ്പെട്ട കുട്ടികളെ പുറത്താക്കി, അവരെ ഇപ്പോൾ തിരിച്ചെടുത്തു. അവരെ അനുകൂലിച്ചവരെയും തിരിച്ചെടുത്തു. അത് മാത്രമാണ് ഇപ്പോൾ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ 2021 ഡിസംബറിന് മുമ്പ് എന്തായിരുന്നോ എം.എസ്.എഫിൽ ഉണ്ടായിരുന്ന അതേ അവസ്ഥ പുനഃസ്ഥാപിക്കാൻ തിരക്കിട്ട്
ഇതിന് രണ്ടിനും കാര്യമായ കൂടിയാലോചനയും ചർച്ചയൊന്നുമില്ല. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നു. എന്താ ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു വെളിപാടുണ്ടാവാൻ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് ഈ ഹരിത വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ 2021 തുടങ്ങിയ ഒരു ഹരിത വിപ്ലവം മുസ്ലിം ലീഗിനകത്ത് ഇന്നലെ അവസാനിച്ചു എന്ന് പറയുന്നതിൻ്റെ ഹരിതത്തിനും അത്രേ അർത്ഥമുള്ളൂ, വിപ്ലവത്തിനും അത്രേ അർത്ഥമുള്ളൂ. മുസ്ലിം ലീഗിനകത്ത് പെൺകുട്ടികൾ തുള്ളിയാൽ എവിടം വരെ പോകും എന്നിപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി. അതുകൊണ്ട് 2-3 പെൺകുട്ടികളുടെ പേര് ഈ കെയർ ഓഫിൽ നാട്ടുകാർ അറിഞ്ഞു എന്നുള്ളത് ഒഴിച്ചാൽ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനം ഉണ്ടായില്ല. ചോദ്യം അതല്ല, എന്തേ ഇപ്പോൾ ഇങ്ങനെ ഈ 3 കൊല്ലമായിട്ട് ആരോരും അറിയാതെ ഒരു നടപടിയെടുത്ത് അവസാനിപ്പിച്ച് പോയിരുന്ന, മാത്രമല്ല കേസ് വിചാരണയ്ക്ക് എടുക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ എന്തേ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിലൊന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേസുകൾ നടത്തുക, അതും പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള നേതാക്കന്മാർക്ക് ഈ കേസ് നടത്തുക, അതുപോലെ പ്രത്യേകിച്ച് സ്ത്രീപീഡന കേസുകൾ നടത്തുക, കോടതികളെ വിലക്കെടുക്കുക, അന്വേഷണത്തെ അട്ടിമറിക്കുക എന്നും പറഞ്ഞ ഒരു പ്രയാസമുള്ള കാര്യമുള്ളൂ. അതുകൊണ്ട് കേസ് വിചാരണക്കെടുക്കാൻ നേരത്തെ എങ്ങനെയെങ്കിലും മാനക്കേട് ഒഴിവാക്കാൻ ഈ പരിപാടി അവസാനിപ്പിക്കണം, ഈ കേസ് തീർപ്പാക്കണം എന്ന് പാണക്കാട് തങ്ങൾക്ക് തോന്നിയതാണോ? അതാണ് പറയുന്ന ഒരു കാരണം. യഥാർത്ഥ കാരണം അതല്ല. ലോക്സഭാ ഇലക്ഷനിൽ പൊന്നാനിയിൽ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കെ എസ് ഹംസയാണ്. ഈ കെ എസ് ഹംസയ്ക്ക് അനുകൂലമായി കെ എസ് ഹംസയോടൊപ്പം ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഈ ഹരിത വിദ്യാർത്ഥികളല്ല, പുറത്താക്കപ്പെട്ട ഹരിത നേതാക്കന്മാരെ അനുകൂലിച്ചുകൊണ്ട് MSF-നകത്തെ പുരുഷന്മാരായ നേതാക്കന്മാർ 2 പേര്, ഈ ലത്തീഫ് തുറയൂരും, അങ്ങനെ ആ വിങ് പരസ്യമായി കെ എസ് ഹംസയ്ക്ക് വേണ്ടി അബ്ദുസമദ് സമദാനിക്ക് എതിരായി പൊന്നാനിയിൽ പ്രവർത്തിക്കും എന്ന് വന്നു. അതാണ് ഒരു കാരണം. അത് പാണക്കാട് തങ്ങൾക്ക് അല്ല ഏറ്റവും വലിയ കൊള്ളുക. കാരണം അത് ആദ്യം കൊള്ളുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കാണ്. കാരണം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അഴിമതിയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സ്വഭാവ ദൂഷ്യവും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഏകാധിപത്യവും അതിനെതിരായി പ്രതികരിച്ചിട്ടാണ് കെ എസ് ഹംസ പുറത്തു പോയത്. ആ ഹംസക്ക് അനുകൂലമായി 10 വോട്ടെങ്കിലും, ഹംസ അതുകൊണ്ട് ജയിക്കാനൊന്നും പോകുന്നില്ല, പക്ഷേ ആ ഹംസക്ക് അനുകൂലമായി 10 വോട്ടെങ്കിലും കിട്ടുന്നത് കുഞ്ഞാലിക്കുട്ടിക്ക് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് കെ എസ് ഹംസ പൊന്നാനിയിൽ മത്സരിച്ചതിൻ്റെ ഗുണമാണ് ഇപ്പോൾ ഹരിതയ്ക്ക് കിട്ടിയത്. ഒന്ന്. രണ്ടാമത്, തീർച്ചയായിട്ടും അത് ഹരിതയ്ക്ക് ഗുണം ചെയ്യും. കാരണം ഇപ്പോൾ ഈ തീരുമാനത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരെ ഇനി സംഘടനയുടെ ഏതെങ്കിലും കുറേ കൂടി ഉയർന്ന പദവികളിൽ എവിടെയെങ്കിലുമൊക്കെ വിനിയോഗിക്കാം. ഏതാണ് പദവി എന്ന സൂചന ചില പത്രങ്ങൾ വന്നപ്പോൾ ഞാൻ ചിരിച്ചുപോയി. ഏതാ പദവി എന്നറിയോ? സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അവരെ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ നിയമിക്കാം. MSF-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ കമ്മിറ്റികളിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒരാളെ പ്രൊമോട്ട് ചെയ്തിട്ട് അഖിലേന്ത്യാ കമ്മിറ്റിയിലേക്ക് അയക്കുന്നു, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒരാളെ അഖിലേന്ത്യാ കമ്മിറ്റിയിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ അവസാനിപ്പിക്കുന്നു എന്നർത്ഥം, അവരെ ഡീപ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ആർക്കാണ് മനസ്സിലാവാത്തത്? അതുകൊണ്ട് ഈ കുട്ടികളെ കൊണ്ടുപോയി ഇനി അഖിലേന്ത്യാ MSF-ൻ്റെയോ അഖിലേന്ത്യാ ഹരിത കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുമായിരിക്കും. അത് നടന്നുകൊള്ളട്ടെ. ഇതിൽ അടങ്ങിക്കിടക്കുന്ന വേറൊരു കാരണം കൂടി ഉണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. യഥാർത്ഥ കാരണം ഇപ്പോഴും മുസ്ലിം ലീഗ് പറഞ്ഞിട്ടില്ല. പാണക്കാട് തങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സ്റ്റേറ്റ്മെൻറ്റിലും വന്നിട്ടില്ല. യഥാർത്ഥ കാരണം അതൊന്നുമല്ല. യഥാർത്ഥ കാരണം മലപ്പുറം ജില്ലയിലെ AR നഗർ സർവീസ് ബാങ്ക് എന്നൊരു സഹകരണ ബാങ്കുണ്ട്. മുസ്ലിം ലീഗിന് മാത്രം മെമ്പർഷിപ്പുള്ള ബാങ്കാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മോൻ്റെയും ഒക്കെ അഴിമതി പണവും കള്ളപ്പണമൊക്കെ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് പരസ്യമായി ഇടതുപക്ഷം CPM നേതാക്കന്മാർ തന്നെ വലിയ തോതിൽ ആരോപിച്ച ഒരു പ്രശ്നമാണ്. മാത്രമല്ല ആ ബാങ്കിൻ്റെ മുമ്പിൽ മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് അഴിമതിക്കെതിരായ CPM മുൻകൈയെടുത്ത് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ സമരം ആസൂത്രണം ചെയ്തതാണ്. ആ സമരം ആദ്യമായി KT ജലീൽ എന്ന ഇടതുപക്ഷ നേതാവ് വന്ന് ഉദ്ഘാടനം ചെയ്ത് പോയതാണ്. പക്ഷേ ഉദ്ഘാടനം ചെയ്ത ദിവസം KT ജലീലിന് ബോധ്യമായി ആ സമരം അങ്ങനെ ഒരു സമരം അവിടെ നടക്കേണ്ടതില്ല എന്ന് സാക്ഷാൽ പിണറായി വിജയൻ അദ്ദേഹത്തെ വിളിച്ച് ബോധ്യപ്പെടുത്തി എന്ന് അന്ന് തന്നെ നമ്മൾക്ക് അറിഞ്ഞതാണ്. അതിനർത്ഥം മുസ്ലിം ലീഗിന് വലിയ മേധാവിത്വമുള്ള ആ ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുന്നത് CPM-ൻ്റെ മലപ്പുറം ജില്ലയിലെ വലിയ നേതാവിൻ്റെ മരുമോനാണ്. അതുകൊണ്ടുള്ളൊരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ CPM നേതാക്കന്മാരുടെയും അഴിമതി പണം അല്ലെങ്കിൽ ഈ കള്ളപ്പണമൊക്കെ സുരക്ഷിതമായി ഒളിപ്പിക്കാവുന്നൊരു ഇടമായി AR നഗർ സർവീസ് ബാങ്ക് മാറിയിട്ടുണ്ട്. ആ AR നഗർ സർവീസ് ബാങ്കിൽ തന്നെയാണ് സുരക്ഷിതമായി കുഞ്ഞാലിക്കുട്ടിയുടെയും ഇത്തരത്തിലുള്ള പണങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നത്. ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ ഈ വിവരാവകാശ നിയമപ്രകാരം ഈ പുറത്താക്കപ്പെട്ട MSF-കാർ പോയി കൊടുക്കാൻ വിസമ്മതിച്ചപ്പോൾ അവർ കോടതിയെ സമീപിച്ചു. കോടതി ഉത്തരവ് പ്രകാരം AR നഗർ സർവീസ് ബാങ്കിൻ്റെ ക്രയവിക്രയങ്ങളുടെ അവിടുത്തെ അഴിമതിയുടെ ക്രമക്കേടുകളുടെ വിശദാംശങ്ങൾ കോടതി നിർദ്ദേശപ്രകാരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ആഴ്ച ഈ MSF പഴയ MSF നേതാക്കന്മാരുടെ കയ്യിൽ വരും എന്ന വാർത്ത ആദ്യം കിട്ടേണ്ടത് കുഞ്ഞാലിക്കുട്ടിക്കാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഹരിത
നേതാക്കന്മാരെ തിരിച്ചെടുക്കാൻ തീരുമാനിക്കുന്നത്, മുസ്ലിം ലീഗിനകത്തെ ഹരിത വിപ്ലവം അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഹരിത വിപ്ലവം കേരളീയർക്ക് ഒരു പാഠമാണ്. അത് മുസ്ലിം ലീഗിനകത്ത് വനിതകളുടെ ശബ്ദം പൊങ്ങാനേ പാടില്ല എന്ന സന്ദേശം മാത്രമല്ല, മുസ്ലിം ലീഗും CPM-ഉം തമ്മിലുള്ള അവിഹിതമായ അടുക്കള ബന്ധത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അഴിമതി കഥയുടെ സൂചന കൂടിയാണ് ഈ ഹരിത വിപ്ലവം എന്ന് മാത്രമാണ് ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.